ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കോച്ചിങ് നടത്തി വരികയാണ്. എല്ലാവരും നല്ലപോലെ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ എക്സാം നാളെയാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നല്ലപോലെ ഡിസ്കസ് ചെയ്ത് പഠിക്കാം. റിപ്പീറ്റ് ചെയ്ത് വായിച്ച് പഠിക്കാം. എല്ലാ പോർഷൻസും നല്ലപോലെ പഠിക്കാം. ഓക്കെ, നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Cells are connected in parallel in order to dash. എങ്ങനെയാണ് സെൽസ് പാരലായിട്ട് കണക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ്? ടു ഇൻക്രീസ് ദി കറണ്ട് അവൈലബിൾ. ഓക്കെ, ദ കമ്പൈൻഡ് റെസിസ്റ്റൻസ് ഓഫ് ടു ഈക്വൽ റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ ഈസ് ഈക്വൽ ടു. ഇതേ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. രണ്ട് റെസിസ്റ്റൻസ്, ഈക്വൽ റെസിസ്റ്റൻസ് ഞാൻ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കമ്പൈൻഡ് റെസിസ്റ്റൻസിൻ്റെ ഈക്വലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ഈക്വൽ ടു 1/2 ദി റെസിസ്റ്റൻസ് ഓഫ് ദി വൺ റെസിസ്റ്റർ ആയിരിക്കും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. സൂപ്പർപൊസിഷൻ തിയറം ക്യാൻ ബി ആപ്ലിക്കബിൾ ഓൺലി ടു സർക്യൂട്ട്സ് ഹാവിംഗ് ഡാഷ് എലമെൻറ്റ്സ്. ഏതിലാണ് നമ്മൾ സൂപ്പർപൊസിഷൻ തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്? ഏത് എലമെൻറ്റ്സിലാണ്? ലീനിയർ ബൈലാറ്ററൽ എലമെൻറ്റ്സിലാണ്. ദ സ്പീഡ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്പീഡ് നമുക്ക് ഇക്വേഷൻ അറിയാം. അത് പ്രകാരം എന്താണ്? ഇത് ഡിക്രീസസ് സ്ലൈറ്റ്ലി വിത്ത് ഇൻക്രീസ് ഇൻ ലോഡ് കൂടുന്നതനുസരിച്ച് സ്പീഡ് എന്ത് ചെയ്യും? സ്ലൈറ്റ്ലി ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് DC മോട്ടർ ഹാസ് അപ്രോക്സിമേറ്റ്ലി കോൺസ്റ്റൻറ്റ് സ്പീഡ്? താഴെ തന്നിരിക്കുന്നതിൽ ഏത് DC മോട്ടറിലാണ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉള്ളതെന്ന്? ഏത് മോട്ടറാണ്? ഇറ്റ് ഈസ് ഷണ്ട് മോട്ടർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ ദി കണ്ടീഷൻ ഓഫ് റെസനൻസ് RLC സീരീസ് സർക്യൂട്ട് ബിഹേവ് ആസ് എ ഡാഷ്. റെസനൻസ് കണ്ടീഷനിൽ RLC സീരീസ് സർക്യൂട്ട് എന്തായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്? ഇറ്റ് ബിഹേവ്സ് ആസ് എ പ്യുവർലി ഒരു റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ബിഹേവ് ചെയ്യും. UJT കണ്ടെയ്ൻസ്. UJT എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ്? യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അതിനകത്ത് എത്ര ജംഗ്ഷൻ, PN ജംഗ്ഷൻസ് എത്ര ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. UJTക്കകത്ത് എത്ര PN ജംഗ്ഷൻസ് ഉണ്ട്? ഒരു PN ജംഗ്ഷനേ ഉള്ളൂ. പക്ഷേ അതിന് 3 ടെർമിനൽസ് ഉണ്ട്. ഏതൊക്കെയാണ്? എമിറ്ററും 2 ബേസ് ടെർമിനൽസും ഉണ്ട്. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ റിപ്പിൾ ഫാക്ടർ ഓഫ് എ പവർ സപ്ലൈ ഈസ് എ മെഷർ ഓഫ് ഡാഷ്. റിപ്പിൾ ഫാക്ടർ, ഒരു പവർ സപ്ലൈ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ മെഷറാണ്? ഇറ്റ് ഇസ് എ മെഷർ ഓഫ് പ്യൂരിറ്റി ഓഫ് പവർ ഔട്ട്പുട്ട് ആണ്. അടുത്ത ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഒരു പ്രോബ്ലം ആണ്. ദ സിംഗിൾ സ്പീഡ് ഓഫ് എ ഫോർ എ 3-phase 6-pole ഇൻഡക്ഷൻ മോട്ടർ ഈസ് 1200 RPM. ഒരു സിംഗിൾ സ്പീഡ് ഓഫ് എന്താണ് 3-phase 6-pole ഇൻഡക്ഷൻ മോട്ടറിൻ്റെ NS തന്നിട്ടുണ്ട് 1200 RPM. നമ്പർ ഓഫ് പോൾസ് ഈസ് റെഡ്യൂസ് ടു 4 ആയി മാറിയപ്പോൾ പക്ഷേ ഫ്രീക്വൻസി കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ റോട്ടർ സ്പീഡ് എത്ര? വിത്ത് എ സ്ലിപ്പ് ഓഫ് 5% തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഇത്രയും വലിപ്പം കാണുമ്പോൾ നിങ്ങൾ ആദ്യം അത് നെഗ്ലക്റ്റ് ചെയ്ത് പോരുത്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ചെയ്യാം ഒന്ന്. എന്താണ് നമുക്കറിയാം? നമുക്ക് NSൻ്റെ ഫോർമുല അറിയാം. NS ഈക്വൽ ടു 120F/P. എപ്പോഴും ഈ ഒരു ഫോർമുല യൂസ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് PSC. അപ്പോൾ NS ഈക്വൽ ടു 120F/P എന്നറിയാം. ഇതിൽ നമുക്ക് ഫ്രീക്വൻസി എന്തെങ്കിലും തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനിൽ? ഇല്ല. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു ഇക്വേഷന് ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. NS അറിയാം, പോൾസും അറിയാം അല്ലേ? NS എത്രയാണ്? 1200 RPM, പോൾസ് 6. അപ്പോൾ നമ്മൾ ഇതിൽ ഫ്രീക്വൻസി സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ഒരു 60 Hz ഫ്രീക്വൻസി കിട്ടും. ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അതിൽ നിന്ന് NS കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഫ്രീക്വൻസി എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അതായത് നമ്മൾ പോൾസ് എന്ന് പറയുമ്പോൾ 4ലോട്ട് റെഡ്യൂസ് ആയി. പോൾസ് നേരത്തെ 6 ആയിരുന്നു, 4ലോട്ട് റെഡ്യൂസ് ആയപ്പോഴുള്ള നമുക്ക് NS കണ്ടുപിടിക്കണം. അതെന്താണ്? സെയിം ഫോർമുല തന്നെ. NS ഈക്വൽ ടു 120F/P. F അറിയാം, പോൾസ് എത്രയാണ്? 4 ആണ് പോൾസ്. അത് വെച്ച് നമ്മൾ NS വീണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1800 RPM കിട്ടും. കിട്ടുന്നുണ്ടോ നിങ്ങൾ നോക്കുക. ഓക്കെ, നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? റോട്ടർ സ്പീഡാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്ലിപ്പും അറിയാം. സ്ലിപ്പും റോട്ടർ സ്പീഡും സിഗ്നൽ സ്പീഡും നമ്മളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. S ഈക്വൽ ടു എന്താണ്? NS മൈനസ് N ഡിവൈഡഡ് ബൈ NS. ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ N കണ്ടുപിടിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് ആൻസർ 1710 RPM കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. എ ഡിവൈസ് ഹൂസ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ വെരി ക്ലോസ് ടു ദാറ്റ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സിൻ്റെ ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് ഏതാണ്? സെനർ ഡയോഡിനാണ്. ഓക്കെ, അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ കൺവേർട്ടിംഗ് 7000 നാനോ ആംബിയർ ടു മൈക്രോ ആംബിയർ ദ റിസൾട്ട് ഈസ്. 7000 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിരിക്കാം. 1 നാനോ ആംബിയർ എന്ന് പറയുന്നത് എത്രയാണ്? 10⁻⁻9 ആംബിയർ ആണ്. 1 മൈക്രോ ആംബിയറോ എത്രയാണ്? 10⁻6 ആംബിയർ ആണ്. നമുക്കറിയാം. അപ്പോൾ നമുക്ക് നോക്കാം. 1 നാനോ ആംബിയറിനെ നമ്മൾക്ക് മൈക്രോ ആംബിയറിലോട്ട് ആക്കുമ്പോൾ എത്ര കിട്ടും? 1 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ട് ആക്കുമ്പോൾ എത്ര കിട്ടും? 0.001 അല്ലേ?
അതുപോലെ 2 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാക്കാൻ എത്ര കിട്ടും? 0.002 കിട്ടും. അതുപോലെ 10 ആണെങ്കിലോ 10നെ 10 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ 0.01 കിട്ടും അല്ലേ. 20 ആകുമ്പോൾ 0.02. അങ്ങനെ 100 ആകുമ്പോഴോ 100 ആകുമ്പോൾ എന്ത് കിട്ടും? 100 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ 0.11 കിട്ടും. അതുപോലെ 200 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ 0.2 കിട്ടും. അതുപോലെ 1000 നോക്കി നോക്കിയാൽ ഈ 1000 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. 2000നെയാണ് നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ 2 കിട്ടും. അങ്ങനെ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്? 7000 നാനോ ആംബിയറിനെ മൈക്രോ ആംബിയറിലോട്ടാകുമ്പോൾ എത്ര കിട്ടും? ആൻസർ 7 മൈക്രോ ആംബിയർ കിട്ടും. ഓക്കെ, നിങ്ങളത് ചെയ്ത് നോക്കുക. കൺവേർഷൻ എഴുതി ചെയ്ത് നോക്കാം. ഓക്കെ, ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, സോറി അത് തിരിഞ്ഞു പോയി. ഓക്കെ, അടുത്ത എന്താണ് നമ്മൾ പറഞ്ഞു? ഓക്കെ, 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഷീത്ത് ഈസ് യൂസ്ഡ് ഇൻ കേബിൾ ടു ഡാഷ്. കേബിളിൽ ഷീത്ത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? കേബിളിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിപ്പിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു. എന്തിനാണ് കേബിൾ ഉപയോഗിക്കുന്നത്? ഫോർ പ്രൊവൈഡിങ് സ്ട്രെങ്ത് ടു ദ കേബിൾ. കേബിളിൽ ഷീത്ത് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സ്ട്രെങ്ത് കിട്ടാനാണ്. ഓക്കെ, 13ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ സ്പീഡ് അറ്റ് വിച്ച് എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ് ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഈസ്. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ മൂവ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ദ സ്പീഡ് ഓഫ് എ കണ്ടക്ടർ ഈസ് മൂവ്ഡ് ത്രൂ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഇൻക്രീസ്ഡ്. അങ്ങനെ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജിന് എന്ത് പറ്റും? ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ മൂവ് ചെയ്യുകയാണ്. അതിൻ്റെ സ്പീഡ് കൂടുമ്പോൾ അതിൻ്റെ വോൾട്ടേജിന് എന്ത് പറ്റും? വോൾട്ടേജും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് അക്രോസ് എ കോയിൽ വിത്ത് 250 ടേൺസ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ദാറ്റ് ഈസ് ചേഞ്ചിങ് അറ്റ് എ റേറ്റ് ഓഫ് 8 വെബർ പെർ സെക്കൻഡ് ഈസ്. എന്താണ്? ഒരു ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കണം. ടേൺസ് തന്നിട്ടുണ്ട്. അതുപോലെ എന്താണ്? റേറ്റ് ഓഫ് ഫ്ലക്സ് ലിങ്കേജ് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് പറയാം ഫോർമുല എന്താണ്? E = എന്താണ്? N × dφ/dt. N അറിയാം എത്ര തന്നിട്ടുണ്ട്? N 250. dφ/dt തന്നിട്ടുണ്ട് 8 വെബർ പെർ സെക്കൻഡ്സ്. അപ്പോൾ എത്ര കിട്ടും? 250 × 8 സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ 2000 വോൾട്ട് കിട്ടും. ഓക്കെ, അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ. സ്ലിപ്പ് ഓഫ് an induction machine is 0.02 and the stator supply frequency is 50 Hz. What will be the frequency of the rotor induced EMF? അതായത് ഒരു ഇൻഡക്ഷൻ മെഷീൻ്റെ സ്ലിപ്പ് വന്നിട്ടുണ്ട്. എത്രയാണ്? 0.02. സ്റ്റേറ്റർ സപ്ലൈ ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റോട്ടർ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താണ്? ഫ്രീക്വൻസി ഓഫ് ദി റോട്ടർ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? = S × F ആണ് അല്ലേ? സ്റ്റേറ്ററിൻ്റെ സപ്ലൈ ഫ്രീക്വൻസി ഇൻറ്റു നമ്മുടെ എത്രയാണ്? സ്ലിപ്പാണ്. അതാണ് നമ്മുടെ റോട്ടറിലുള്ള ഫ്രീക്വൻസി ഓഫ് ദി റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത്. F = നമ്മൾ S × F നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടും? 0.02 × 50 ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ 1 Hz കിട്ടും. ചെയ്ത് നോക്കുക. ഓക്കെ, അത് 16ാമത്തെ ക്വസ്റ്റ്യൻ. ദ എഡ്ഡി കറണ്ട് ലോസ് in an AC electric motor is 100 watt at 50 Hz. Its loss at 100 Hz will be. അതായത് ഒരു AC ഇലക്ട്രിക് മോട്ടറിൻ്റെ എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 100 വാട്ട്സ്. എപ്പോഴാണ്? 50 ഹേർട്സിൽ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലോസ് 100 ഹേർട്സിലുള്ള അതിൻ്റെ ലോസ്, എഡ്ഡി കറണ്ട് ലോസ് എത്രയായിരിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഡ്ഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണലാണ്? ഫ്രീക്വൻസി, സ്ക്വയർ ഓഫ് ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? എഡ്ഡി കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്ക്വയർ ഓഫ് ദി ഫ്രീക്വൻസിക്ക് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെ ഇവിടുത്തെ ഫ്രീക്വൻസി എന്താണ്? 50 അല്ലേ? നമുക്കിപ്പോൾ പുതിയ ലോസ് കണ്ടുപിടിക്കണം. അതായത് പുതിയ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു എന്തിന് പ്രൊപ്പോർഷണൽ? 2f അല്ലേ? 2f² അല്ലേ? 50ൻ്റെ 2f² പ്രൊപ്പോർഷണൽ അല്ലേ? 100 ഹേർട്സ് അല്ലേ? അതായത് നമുക്ക് എത്ര കിട്ടും? ന്യൂ ലോസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് പ്രൊപ്പോർഷണൽ ടു എന്ത് കിട്ടും? 4f² കിട്ടും. അതായത് 4 × എന്താണ്? ആ ഒരു ഫ്രീക്വൻസിയാണ്. അതായത് നമുക്ക് അപ്പോൾ എത്ര കിട്ടും? ആൻസർ വരുമ്പോൾ എത്ര കിട്ടും? 400 വാട്ട് കിട്ടും. ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആർമേച്ചർ ഓഫ് എ DC മെഷീൻ ഈസ് ലാമിനേറ്റഡ് ടു റെഡ്യൂസ് ഡാഷ്. ഒരു DC മെഷീൻ്റെ ആർമേച്ചർ ലാമിനേറ്റ് ചെയ്യുന്ന എന്ത് റെഡ്യൂസ് ചെയ്യാനാണ്? എല്ലാവർക്കും അറിയാം. ഇറ്റ് ഈസ് വാട്ട്? എഡ്ഡി കറണ്ട് ലോസ് തടയാൻ വേണ്ടിയാണ്. ഓക്കെ, 18ാമത്തെ ക്വസ്റ്റ്യൻ. എ സിംഗിൾ ഫേസ് ഹിസ്റ്ററിസിസ് മോട്ടർ ഈസ്. ഓക്കെ, നമ്മൾ PSC ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ. ദ ടെമ്പറേച്ചർ ഓഫ് എ റെസിസ്റ്റൻസ് ഫർണേസസ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ചേഞ്ചിങ് ദ ഡാഷ്. ഒരു ഫർണസിൻ്റെ ടെമ്പറേച്ചർ ഓഫ് റെസിസ്റ്റൻസ് ഫർണസ് നമുക്ക് കൺട്രോൾ ചെയ്യാം? എന്ത് ചേഞ്ച് ചെയ്തുകൊണ്ട് കൺട്രോൾ ചെയ്യാം? ബൈ അപ്ലൈഡ് വോൾട്ടേജ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൺട്രോൾ ചെയ്യാം. നമ്പർ ഓഫ് ഹീറ്റിംഗ് എലമെന്റ്സ്, അതേപോലെ സർക്യൂട്ട് കോൺഫിഗറേഷൻ. ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ എ ലൈൻ വോൾട്ടേജ് V ആൻഡ് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ R. ഇത് നമ്മുടെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ. ദ റോട്ടർ ഫ്രീക്വൻസി ഫോർ എ 3-phase 1000 RPM 6-pole induction motor with a slip of 0.04 is dash hertz.
ഇത് നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. റോട്ടർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. നമുക്കറിയാം റോട്ടർ ഫ്രീക്വൻസി എഫ് ഈക്വൽ ടു സ്ലിപ്പ് എസ് ഇൻറ്റു എന്താണ് സ്റ്റേറ്റർ ഫ്രീക്വൻസി എഫ് ഡാഷ് ഈക്വൽ എസ് ഇൻറ്റു എഫ് ഡാഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? റോട്ടർ ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കാനുള്ളത്. എസ് നമുക്കറിയാം എത്രയാണ്? എസ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ട് 0.04 ഇൻറ്റു സ്റ്റേറ്റർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എത്രയാണ് സ്റ്റേറ്റർ ഫ്രീക്വൻസി? എത്ര നമുക്ക് തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 0.04 ഇൻറ്റു 50 ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 2 ഹെർട്സ് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വെൻ 2 ട്രാൻസ്ഫോമേഴ്സ് ആർ ഓപ്പറേറ്റഡ് ഇൻ പാരലൽ ദേ ഷെയർ ദി ലോഡ് ആസ് അണ്ടർ ഡാഷ്. 22 ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു. PSC ഡിലീറ്റ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നിങ്ങൾ അതൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിനാണ് ഞാൻ കൂടുതലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. പ്രോബ്ലംസ് കുറച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. A 3-phase 400 volt 50 Hz 100 kilowatt a 4-pole squirrel cage induction motor with a rated slip of 2% will have a rotor speed of dash. എന്താണ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഒരു 3-phase എന്താണ് 400 volt 50 Hz എന്ത് തന്നിട്ടുണ്ട്? 100 kilowatt 4-pole squirrel cage induction motor ആണ്. അതിൻ്റെ റേറ്റഡ് സ്ലിപ്പ് എന്ന് പറയുന്നത് 2% ആണെങ്കിൽ അതിൻ്റെ റോട്ടർ സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്. നമുക്കറിയാം നമുക്ക് സ്ലിപ്പിൻ്റെ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? റോട്ടർ സ്പീഡാണ് കണ്ടുപിടിക്കണം. N ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? NS നമുക്കറിയാം. NS കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? NS ഈക്വൽ ടു 120 F/P വെച്ച് എന്താ NS കണ്ടുപിടിക്കുക. 120 ഇൻറ്റു F എത്ര? 50 ആണ്. പോൾസ് എത്ര തന്നിട്ടുണ്ട്? 4 തന്നിട്ടുണ്ട് അല്ലേ? അപ്പം നമുക്ക് NS കിട്ടി. NS കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പിൻ്റെ ഫോർമുല നമുക്കറിയാം. S ഈക്വൽ ടു NS മൈനസ് N ഡിവൈഡ് ബൈ NS ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റോട്ടർ സ്പീഡ് കിട്ടും. ചെയ്ത് നോക്കുക. 1470 RPM കിട്ടും. ഇത് നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. 24. ഓക്കെ, 25ാമത്തെ ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് അറ്റ് ദ 2 ends ഓഫ് എ transmission line are 132 kilowatt and its reactance is 40 ohm. The capacity of the line is. ഇപ്പോൾ നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം പവർ ഈക്വൽ ടു എത്രയാണ്? V²/R. R which is equal to reactance, ഇമ്പിഡൻസിന് R equal to Z ആണ് അല്ലേ? അപ്പോൾ ആ ഒരു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. cos phi എന്ന് പറയുന്നത് 1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ 435.6 മെഗാവാട്ട് കിട്ടും. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. A synchronous motor is operating on no load at unity power factor. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഫീൽഡ് കറണ്ട് കൂടുകയാണ്. എങ്ങനെയെങ്കിലും പവർ ഫാക്ടറിന് എന്ത് പറ്റും? അതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത് പറ്റും പവർ ഫാക്ടറിന്? ഫീൽഡ് കറണ്ട് കൂടിയാൽ പവർ ഫാക്ടറിനും എന്ത് പറ്റും? പവർ ഫാക്ടർ എന്താണ്? ലീഡിങ് ആൻഡ് കറണ്ട് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. എ DC ഷണ്ട് മോട്ടർ റൺസ് അറ്റ് നോ ലോഡ് സ്പീഡ് ഓഫ് 1140 RPM. At full load, armature reaction weakens the main flux by 5%, whereas the armature circuit voltage drop by 10%. The motor full load speed in RPM is. ഇപ്പോൾ ഒരു DC ഷണ്ട് മോട്ടർ റൺസ് നോ ലോഡിലാണ്. നോ ലോഡ് സ്പീഡ് എന്നിട്ടുണ്ട്. ഫുൾ ലോഡ് കണ്ടീഷൻ ആയപ്പോൾ ആർമേച്ചർ റിയാക്ഷൻ കാരണം മെയിൻ ഫ്ലക്സ് എന്താണ്? 5% വീക്കായി. അതുപോലെ ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജും ഡ്രോപ്പ് ആയി 10%. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുള്ള മോട്ടറിൻ്റെ ഫുൾ സ്പീഡാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ EMF എന്ന് പറയുന്നത് എന്താണ്? എന്തിന് പ്രൊപ്പോർഷനാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് DC ഷണ്ട് മോട്ടറിൽ ഈ പ്രൊപ്പോർഷണൽ ടു 5 × N ആണ് അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E2/E1 ഈക്വൽ ടു 5/2/1 ഇൻറ്റു N2/N1 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്താണ്? ആർമേച്ചർ സർക്യൂട്ട് നമുക്ക് ഹിൻഡ് കുറച്ച് തന്നിട്ടുണ്ട് അല്ലേ? ആർമേച്ചർ റിയാക്ഷൻ വീക്കൻസ് ദി മെയിൻ ഫ്ലക്സ് ബൈ 5%. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ആർമേച്ചർ റിയാക്ഷൻ കാരണം മെയിൻ ഫ്ലക്സ് എന്താണ്? 5% വീക്കൻ ചെയ്താൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മുടെ ഫ്ലക്സ് 5.2 എന്ന് പറയുന്നത് എന്തായി മാറും? അപ്പം 5% ഇതാവുമ്പോൾ എത്രയാവും? 5.2 ഈക്വൽ ടു 0.95 എന്തായി മാറും? 5.1 ആവും. 5% അല്ലേ അതായി കുറഞ്ഞത്. അതുപോലെ നമ്മുടെ E2 എത്ര തന്നിട്ടുണ്ട്? ഫുൾ ലോഡ് കണ്ടീഷൻ ആയപ്പോൾ അതുപോലെ നമ്മുടെ ആർമേച്ചർ സർക്യൂട്ട് വോൾട്ടേജ് എന്ത് ചെയ്തു? 10% ഡ്രോപ്പായി. അപ്പോൾ നമ്മുടെ E2 എങ്ങനെ കിട്ടും? E2 എന്ന് പറയുന്നത് 10% ഡ്രോപ്പ് അല്ല. അപ്പോൾ E2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു എന്ത് കിട്ടും? 0.9 E1 എന്ന് കിട്ടും. E2 ഈക്വൽ ടു 0.9 E1 എന്ന് കിട്ടും. അപ്പോൾ അത്രയും വെച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത്രയും വാല്യൂസ് നമ്മുടെ നേരത്തെ ഇക്വേഷനിൽ ഇട്ട് ചെയ്ത് നോക്കുക. എത്രയാണ്? നമ്മുടെ E2 ഈക്വൽ ടു 0.9 E1 അതുപോലെ 5.2 ഈക്വൽ ടു നമ്മൾ ക്വസ്റ്റ്യനിൽ നിന്ന് എഴുതാണ് 5.2 ഈക്വൽ ടു 0.9551 എന്ന് കിട്ടും. അപ്പോൾ N1 തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 1140 RPM. അപ്പോൾ ഇതെല്ലാം വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഒരു ഇക്വേഷനിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ 1080 RPM കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. എല്ലാവരും കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സെർവോ മോട്ടർ ഫോർ ലോ പവർ ആപ്ലിക്കേഷൻസ്. ലോ പവർ ആപ്ലിക്കേഷനിൽ സ്യൂട്ടായ സെർവോ മോട്ടർ ഏതാണ്?
എ DC ഷണ്ട് മോട്ടറാണ്. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ, എ 400 kW 3-phase 440 volt 50 Hz induction motor has a speed of 950 rpm on full load. The machine has 6 poles. The slip of the machine will be. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്? സ്ലിപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമ്മുടെ NS കണ്ടുപിടിക്കുക. നമുക്കെല്ലാം ഈ NS വെച്ച് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളതാണ് കേട്ടോ. NS = 120 F/P വെച്ച് NS കണ്ടുപിടിക്കുക. 120 × ഫ്രീക്വൻസി F50, പോൾസ് തന്നിട്ടുണ്ട് എത്രയാണ്? 6 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്കൊരു 1000 rpm കിട്ടും. എന്നിട്ട് നമ്മൾ അതിൽ നമ്മൾ സ്ലിപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സ്ലിപ്പ് = എന്താണ്? NS - N/NS. ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. നമ്മുടെ റോട്ടർ സ്പീഡ് RPM ഒക്കെ തന്നിട്ടുണ്ട്. 950 തന്നിട്ടുണ്ട്. അപ്പം 1000 - 950/1000 ചെയ്ത് നോക്കാം. എന്നിട്ട് നമ്മുടെ ആൻസർ സ്ലിപ്പ് എന്ന് പറയുന്നത് 0.005 ഇത്രയും കിട്ടും. ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 30ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ സേലിയൻ പോൾ സിങ്കണസ് മെഷീൻ യൂഷ്വൽ സിമ്പിൾസ് ആർ യൂസ്ഡ്. സേലിയൻ പോൾ സിങ്കണസ് മെഷീൻസിൽ നമ്മുടെ താഴെ തന്ന സിമ്പിൾസ് എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? XD എന്ന് വെച്ചാൽ എന്താണ്? XD എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആക്സിസിലെ സിങ്കണസ് റിയാക്റ്റൻസും XQ എന്ന് വെച്ചാൽ ക്വാഡ്രേച്ചർ ആക്സിസിലെ സിങ്കണസ് റിയാക്റ്റൻസ്. നമ്മുടെ സേലിയൻ പോൾ ഇൻഡക്ഷൻ മോട്ടറിൽ എന്താണ് താഴത്തെ ഈ ഒരു ഇക്വേഷൻസ് എന്താണ് നമുക്ക് സേലിയൻ പോൾ ഇൻഡക്ഷൻ മോട്ടറിൽ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ? ഇറ്റ് ഈസ് C ആണ്. XQ ഈസ് ലെസ് ദാൻ XD ആണ്. ഓക്കെ, സേലിയൻ പോളിൽ. അടുത്ത 31ാമത്തെ ക്വസ്റ്റ്യൻ, CRGO laminations in a transformer are used to minimize that. CRGO laminations എന്ന് വെച്ചാൽ എന്താണ്? CRG എന്ന് വെച്ചാൽ കോൾഡ് റോൾഡ് ഗ്രെയിൻ ഓറിയൻറ്റഡ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ. സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണ് പറയും. അങ്ങനെ തന്നിരിക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഈസ് യൂസ് ടു മിനിമൈസ് എന്ത് ലോസ് തടയാനാണ്? ഈസ് യൂസ് ടു മിനിമൈസ് ഹിസ്റ്റെറിസിസ് ലോസ് ആണ്. അത് ഓർത്തോണം. CRGO സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് ആണെങ്കിൽ. ഓക്കെ, അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ, an air core transformer as compared to iron core transformer has dash. ഒരു എയർ കോർ ട്രാൻസ്ഫോമറിൽ അയൺ കോർ ട്രാൻസ്ഫോമർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണുള്ളതെന്ന് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? നോ മാഗ്നറ്റിക് കോർ ലോസ്. ഓക്കെ, 33ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസി ഫോർ എ കോൺസ്റ്റന്റ് ലോഡ് കറണ്ട് ഒക്കേഴ്സ് അറ്റ്. എപ്പോഴാണ് ട്രാൻസ്ഫോമറിന്റെ മാക്സിമം എഫിഷ്യൻസി ഒരു കോൺസ്റ്റന്റ് ലോഡ് കറണ്ടിൽ എപ്പോഴാണ് വരുന്നത്? എപ്പോഴാണ്? 33ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അറ്റ് 0.8 പവർ ഫാക്ടർ ആണോ, 0 പവർ ഫാക്ടർ ആണോ, അതോ 0 പവർ ഫാക്ടർ ലീഡിംഗ് ആണോ, യൂണിറ്റി പവർ ഫാക്ടർ ആണോ ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് അറ്റ് യൂണിറ്റി പവർ ഫാക്ടർ ആണ്. 34ാമത്തെ ക്വസ്റ്റ്യൻ, എ DC സീരീസ് മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ് വിത്ത് റേറ്റഡ് എക്സൈറ്റേഷൻ. ഇത് നമ്മുടെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല. 35ാമത്തെ ക്വസ്റ്റ്യൻ, എ DC സീരീസ് മോട്ടർ ഈസ് റണ്ണിങ് അറ്റ് റേറ്റഡ് സ്പീഡ് വിത്തൗട്ട് എനി അഡീഷണൽ റെസിസ്റ്റൻസ് ഇൻ സീരീസ്. ഇഫ് എൻ അഡീഷണൽ റെസിസ്റ്റൻസ് ഇസ് പ്ലേസ്ഡ് ഇൻ സീരീസ് ദ സ്പീഡ് ഓഫ് ദി മോട്ടർ വിൽ. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഒരു DC സീരീസ് മോട്ടർ റേറ്റഡ് സ്പീഡിൽ റൺ ചെയ്യാണ്. അതായത് അതിന് അഡീഷണൽ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല സീരീസ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ആ മോട്ടറിൻ്റെ സ്പീഡിന് എന്ത് പറ്റും? അതാണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത്. മോട്ടറിൻ്റെ സ്പീഡ് എന്ത് പറ്റും? മോട്ടറിൻ്റെ സ്പീഡ് കുറയും. അഡീഷണൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ മോട്ടറിൻ്റെ സ്പീഡ് കുറയും. ഓക്കെ, അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ, പ്ലഗിംഗ് ഓഫ് DC മോട്ടർ ഇസ് നോർമലി എക്സിക്യൂട്ടഡ് ബൈ ഡാഷ്. പ്ലഗിംഗ് എന്തിനാണ്? പ്ലഗിംഗ് എന്ന് പറയുന്നത് DC മോട്ടറിൽ എന്തിനാണ് പ്ലഗിംഗ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് റിവേഴ്സിംഗ് ദി ആർമേച്ചർ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യാനാണ് നമ്മുടെ പ്ലഗിംഗ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത 37ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ആൻ ആർമേച്ചർ കോയിൽ ഓഫ് എ DC മെഷീൻ ഈസ് ഡാഷ്. എന്താണ്? ഒരു ഇൻഡ്യൂസ്ഡ് EMF, ഒരു ആർമേച്ചർ കോയിലിന്റെ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എന്താണ്? is same as that of the current for the generator and opposite that of the current of the motor. അടുത്ത 38ാമത്തെ ക്വസ്റ്റ്യൻ, the waveform of armature MMF in a DC machine is. എന്താണ് the waveform of armature MMF in a DC മെഷീനിലുള്ള waveform എന്നാണ് ചോദിച്ചിട്ടുള്ളത്? എന്താണ്? it is triangular ആണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ, mass of a proton is how many times greater than mass of an electron? അത് എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻ. it is 1840 times. Conductance of any conductor is expressed in. Conductance ഏതിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് mho. അടുത്ത ക്വസ്റ്റ്യൻ, two resistance R1 and R2 are combined resistance. Give combined resistance 4.5 ohm and 1 ohm. When they are connected in series and parallel respectively, what would be the values of this resistance? ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഈസിയാണ്. 1.5 ohm and 3 ohm കിട്ടും. ചെയ്ത് നോക്കുക. 42ാമത്തെ ക്വസ്റ്റ്യൻ, Kirchhoff's second law is based on the law of conservation of. എന്താണ് Kirchhoff's second law? is based on the law of conservation of energy. Ampere second is the unit of. Ampere second എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റ് ആണ്? It is the unit of charge. And electric current of 6 ampere, ഇതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 ampere is same as 6 coulomb per second.
45th question. The color band sequence of a resistor is yellow, violet, orange and gold. The range in which its value must lie so as to satisfy the tolerance specified is between. അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് നമ്മൾ റെസിസ്റ്റൻസിൻ്റെ കളർ കോഡിംഗ് ഒക്കെ നോക്കുക. അതിൽ വരുന്ന നമ്മുടെ ആൻസർ വരുമ്പോൾ 44.65 കിലോ വാട്ട് ആൻഡ് 49.35 കിലോ വാട്ട്. അത് കിട്ടുന്നുണ്ടോ നോക്കുക. 46th question. The secondary line voltage is maximum for which of the following connections? ഏതിലാണ് സെക്കൻഡറി ലൈൻ വോൾട്ടേജ് മാക്സിമം ആവുന്നത്? ഏത് കണക്ഷനിലാണ്? ഡെൽറ്റ സ്റ്റാർ കണക്ഷനിലാണ്. 47th question. The crawling in an induction motor is caused by. Crawling എന്താണ്? It is caused by the harmonics developed in the motor ആണ്. 48th question. Speed variations of a squirrel cage induction motor are essentially similar to those of dash. ഒരു squirrel cage induction motorന്റെ സ്പീഡ് വേരിയേഷൻസ് എന്ന് പറയുന്നത് സിമിലർ ടു ഡാഷ്. ഏതിന് സിമിലർ ആണ്? ഡി സി ഷണ്ട് മോട്ടറിന് സിമിലർ ആണ്. അടുത്ത 49th question. The no load ratio of a 50 Hz single phase transformer is തന്നിട്ടുണ്ട്. റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമ്മൾ നോ ലോഡ് റേഷ്യോ E1 E2 തന്നിട്ടുണ്ട്. മാക്സിമം ഫ്ലക്സ് ഇൻ ദ കോർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ നമ്പർ ഓഫ് പ്രൈമറി ടേൺസ്? നമ്മൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് EMF ഇക്വേഷൻ? E1 ഈക്വൽ ടു 4.444 F ഇൻറ്റു 5M ഇൻറ്റു N1. ഓക്കെ, ഇതിലെല്ലാം തന്നിട്ടുണ്ട്. E1 തന്നിട്ടുണ്ട്, E1 തന്നിട്ടുണ്ട്, E1 എത്ര തന്നിട്ടുണ്ട്? 6000. F തന്നിട്ടുണ്ട് 50 Hz, 5M തന്നിട്ടുണ്ട് 4.44. ഇതിൽ നിന്ന് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആൻസർ ഇതിൽ നിന്ന് N1 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ N1 എത്ര? N1 കിട്ടും. N1 നമ്മൾ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. N1 കിട്ടും 450 കിട്ടും. നമ്മുടെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി ടേൺസ് 450 കിട്ടും. ചെയ്ത് നോക്കുക. അടുത്ത 50th question. 823 2300 volt transformer takes no load current of 5 ampere at 0.25 power factor lagging. The core loss is. ഓക്കെ, 50th question ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഇത് മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റനിൽ. 51th question. The power taken by a 3-phase load is given by the expression. ഒരു 3-phase ലോഡിൻ്റെ പവറിൻ്റെ ഇക്വേഷൻ ആണ് √3 VLIL cos phi. A semiconductor is formed by dash bonds. ഒരു സെമികണ്ടക്ടർ ഫോം ചെയ്യുന്നതാണ് കോവാലന്റ് ബോൺസ്. ആഫ്റ്റർ ഫയറിംഗ് ആൻ SCR, the gate pulse is removed. SCR ഫയർ ചെയ്ത ശേഷം, അതായത് SCR നമ്മൾ ഓൺ ആക്കിയ ശേഷം നമ്മൾ ഗേറ്റ് പൾസ് റിമൂവ് ചെയ്താൽ കറണ്ട് ഇൻ ദ SCRന് എന്ത് പറ്റും? It will remains the same. 54th question. The majority carriers in semiconductors are produced by. Majority carriers ഏതാണ്? എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ ഡോപ്പിംഗ്. 55th question. The leakage current in a crystal diode is due to. ക്രിസ്റ്റൽ ഡയോഡിലെ ലീക്കേജ് കറണ്ട് എന്ന് പറയുന്നത് എന്ത് കാരണമാണ് ഉണ്ടാകുന്നത്? 55th question. It is due to minority carriers. A series resistance is connected in a Zener circuit to dash. ഒരു സീരീസ് റെസിസ്റ്റൻസ് ഒരു സെനർ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? For what purpose it is connected? To protect the സെനറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഒരു സീരീസ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്. അടുത്ത 57th question. Stray loss in an induction motor generally are. Stray loss എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? It is proportional to square of the rotor currentന് പ്രൊപ്പോർഷണൽ ആണ്. 58th question. What determine the thermal loading on the motor? ഒരു മോട്ടറിലെ തെർമൽ ലോഡിംഗ് എന്ന് പറയുന്നത് എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? അതിൻ്റെ ഡ്യൂട്ടി പെർ ലോഡ് സൈക്കിളാണ്, ഡ്യൂട്ടി ഓർ ലോഡ് സൈക്കിളാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. The speed of an AC motor depends on. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, നമ്പർ ഓഫ് പോൾസിനെ ഡിപ്പെൻഡ്. ബോത്ത് A and B ആണ്. നമുക്കറിയാം സ്പീഡിൻ്റെ ഇക്വേഷൻ. 60th question. Reduction in supply voltage by 10% will change the torque by the motor by dash. അതായത് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം വോൾട്ടേജ് സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണ് അല്ലേ? ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ ഓഫ് ദി വോൾട്ടേജ് ആണ്. അതായത് സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 10% ഇൻക്രീസ് ചെയ്താൽ അതെന്താ എത്രയായി മാറും? 1.1 ടൈംസ് ആയി മാറും. അതായത് നമ്മുടെ ടോർക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? 1.1 × 2, അതായത് 1.21 ടൈംസ് മാറും. അതായത് എത്രയാണ്? 21% അത് ഇൻക്രീസ് ആവും. ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു 10% സപ്ലൈ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു 0.9 ടൈംസ് ആണ്. അപ്പോൾ ടോർക്ക് എത്ര വരും? 0.9 × 2, അതായത് ഏകദേശം ഒരു 0.81 ടൈംസ് വരും. അതായത് നമ്മുടെ 90% ലെസ് ആണ് വരുന്നത്. അതായത് 10% ചേഞ്ച് ഇൻ സപ്ലൈ വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു 20% തന്നെ ചേഞ്ച് ഇൻ ടോർക്ക് വരാം. അപ്പോൾ നമ്മൾ ഇത് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റൻ ആണ്. 90% ലോസ് ആണ് വരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക അത്. ഓക്കെ, 61th question. Output power requirements of constant torque load vary with dash. Output power requirements of constant torque load vary with എന്തിനാണ് അത് വേരി ചെയ്യുന്നത്? വിത്ത് സ്പീഡ് ആണ്. A crystal diode is a dash device. ഒരു ക്രിസ്റ്റൽ ഡയോഡ് എന്ത് ഡിവൈസ് ആണ്? നോൺ ലീനിയർ ഡിവൈസ്. ഈ PN ജംഗ്ഷൻ ആക്ടേഴ്സ്, ഒരു PN ജംഗ്ഷൻ എന്താ ആക്ട് ചെയ്യും? ഒരു യൂണി ഡയറക്ഷണൽ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത 64th question. The rotor power output of a 3-phase induction motor is 15 kilowatt and corresponding slip is 4%. The rotor copper loss will be. അതായത് ഈ ഒരു നമ്മുടെ പവർ ഫ്ലോ, ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പവർ ഫ്ലോ ഡയഗ്രാം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് പഠിച്ചിട്ടുണ്ട്, നമ്മളറിയാം റോട്ടർ ഇൻപുട്ട് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? റോട്ടർ കോപ്പർ ലോസ് ഡിവൈഡഡ് ബൈ സ്ലിപ്പ് ആണ്. നമ്മളത് പവർ ഫ്ലോ ഡയഗ്രാമിൽ പഠിക്കുന്നുണ്ട്.
റോട്ടർ ഇൻപുട്ട് ഈക്വൽ ടു റോട്ടർ കോപ്പർ ലോസ് ഡിവൈഡ് ബൈ സ്ലിപ്പ്. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കാനുള്ളത്? റോട്ടർ കോപ്പർ ലോസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. റോട്ടർ കോപ്പർ ലോസ് ആ ഈക്വേഷൻ നമുക്ക് റോട്ടർ കോപ്പർ ലോസ് കണ്ടുപിടിക്കാമല്ലോ. എന്താണ്? സ്ലിപ്പ് ഇൻറ്റു റോട്ടർ ഇൻപുട്ട് കണ്ടുപിടിക്കാം. സ്ലിപ്പ് വന്നിട്ടുണ്ട് എത്രയാണ്? സ്ലിപ്പ് വന്നിട്ടുണ്ട് 4%. അതുപോലെ നമുക്ക് റോട്ടർ ഇൻപുട്ട് പവർ കാണാനുള്ള ഫോർമുല എന്താണ്? 15 കിലോവാട്ട് വന്നിട്ടുണ്ട്. അതായത് 1 മൈനസ് റോട്ടർ ഇൻപുട്ട് പവർ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ ഒരു റോട്ടർ ഇൻപുട്ട് ഈക്വൽ ടു റോട്ടർ കോപ്പർ ലോസ് ഡിവൈഡ് ബൈ എസ് സ്ലിപ്പ് വെച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. കിട്ടുന്നുണ്ടോ നോക്കാം. കിട്ടാത്തവരെ നമുക്ക് എൻ്റെ ഡൗട്ട് ചോദിക്കുക. കിട്ടുന്ന നമ്മൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഇക്വേഷനാണ് റോട്ടർ ഇൻപുട്ട് ഈക്വൽ ടു റോട്ടർ കോപ്പർ ലോസ് ഡിവൈഡ് ബൈ എസ്. നമ്മുടെ പവർ ഫ്ലോ ഇൻ ഇൻഡക്ഷൻ മോട്ടറിലെ പവർ ഫ്ലോ എന്ന് വരുന്ന ഒരു ഇക്വേഷനാണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ ഒരു 625 വാട്ട് കിട്ടും. ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. 65ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബസ് ബാർ പ്രൊട്ടക്ഷൻ മീൻസ്. ബസ് ബാർ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ എന്തിൻ്റെ പ്രൊട്ടക്ഷൻ ആണ്? ബസ് ബാർ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രൊട്ടക്ഷൻ ഓഫ് ബസ് ബാറും വരുന്നുണ്ട്, ഐസൊലേഷൻ സ്വിച്ചസും വരുന്നുണ്ട്, സർക്യൂട്ട് ബ്രേക്കറും വരുന്നുണ്ട്. ഓൾ ഓഫ് ദി എബോ ആണ്. അടുത്ത 66ാമത്തെ ക്വസ്റ്റ്യൻ, എ സർക്യൂട്ട് ബ്രേക്കർ ഈസ് ഏബിൾ ടു ഓപ്പൺ അണ്ടർ ഡാഷ്. ഒരു സർക്യൂട്ട് ബ്രേക്കർ ഈസ് ഏബിൾ ടു ഓപ്പൺ അണ്ടർ ഏത് കണ്ടീഷനിലാണ് സർക്യൂട്ട് ബ്രേക്കർ ഓപ്പൺ ആക്കുന്നത്? ഏത് കണ്ടീഷനിലാണ്? അറ്റ് ഫോൾട്ട് കണ്ടീഷൻസ്. 67ാമത്തെ ക്വസ്റ്റ്യൻ, റിയാക്ടേഴ്സ് ആർ കണക്റ്റഡ് ഡാഷ് വിത്ത് സിസ്റ്റം. അത് എല്ലാവർക്കും അറിയാം. എന്താണ്? ഇതിൻ്റെ സീരീസ് വിത്ത് സിസ്റ്റം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈസ് റേറ്റഡ് ഇൻ എന്താണ്? കിലോ വോൾട്ട് ആംപിയർ. അതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. 69ാമത്തെ ക്വസ്റ്റ്യൻ, വോൾട്ടേജ് ഓഫ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഒരു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? 11 kV ആണ്. ഇഫ് ദ സ്പാൻ ഈസ് ഇൻക്രീസ്ഡ്, ദ സാഗ്, ഒരു സ്പാൻ കൂടുകയാണെങ്കിൽ സാഗ് രണ്ടും നമ്മുടെ പവർ സിസ്റ്റത്തിൽ വരുന്നതാണ്. സ്പാൻ കൂടുമ്പോൾ സാഗിന് എന്ത് പറ്റും? സ്പാഗും സാനും എന്ത് റേഷ്യോ ആണ്? അതിൻ്റെ ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് സ്പാന് കൂടുകയാണെങ്കിൽ നമ്മുടെ സാഗിന് ഇൻക്രീസ് ചെയ്യും. സ്പാനും സാഗൊക്കെ നോക്കാം. 71ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ ഇസ് ഡൺ ബൈ. ഇന്ത്യയിലെ ഏതാണ്? 3 phase 3 wire സിസ്റ്റം. ഡെസിമൽ 15 ഇൻ ബൈനറി സിസ്റ്റം ക്യാൻ ബി റിട്ടൺ ആസ്. ഞാൻ അതുപോലെ ഡെസിമൽസിൻ്റെ ഒക്കെ നമ്മൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് 81248 ഇതിലെല്ലാം വരുന്നുണ്ട് അല്ലേ? നമ്മുടെ 15 എന്ന് പറയുമ്പോൾ 111 ഇതെല്ലാം ചെയ്യുമ്പോഴല്ലേ വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ ഡി ആണ്. ഓക്കെ, 73ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ കാസ്കേഡിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് കോൺഫിഗറേഷൻ ഈസ് നോർമലി യൂസ്ഡ്. കാസ്കേഡിങ്ങിന് വേണ്ടി ഏത് കോൺഫിഗറേഷനാണ് യൂസ് ചെയ്യുന്നത്? കളക്ടർ എമിക്ടർ കോൺഫിഗറേഷൻ ആണ്. 74ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് എ ട്രാൻസിസ്റ്റർ അണ്ടർ ഫോർവേഡ് ബയാസിൽ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് വെരി ലോ ആണ്. ഓക്കെ, 74ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്തെന്താണ്? 75ാമത്തെ ക്വസ്റ്റ്യൻ, മോട്ടർ പ്രിഫേർഡ് ഫോർ ബ്ലോവേഴ്സിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണ്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടർ. സ്ലിപ്പ് റിങ്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് എന്താണ്? സ്ലിപ്പ് റിങ്സ് യൂഷ്വലി നമ്മുടെ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത 77ാമത്തെ ക്വസ്റ്റ്യൻ, ദ കളർ കോഡ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് നോർമൽ വാല്യൂ 2.7 kilo ohm 10%. കളർ കോഡൊക്കെ പഠിക്കാം. എത്രയാണ്? റെഡ്, വയലറ്റ്, റെഡ് ആൻഡ് സിൽവർ കിട്ടും. ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഒരു റിലക്റ്റൻസ് മോട്ടർ ഈസ് ഡാഷ്. സെൽഫ് സ്റ്റാർട്ടിംഗ് ആണോ? ഇതും PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, എ പവർ ട്രാൻസ്ഫോമർ ഈസ് എ കോൺസ്റ്റന്റ് ഡാഷ് ഡിവൈസ്. എന്താണ്? മെയിൻ ഫ്ലക്സ് ഡിവൈസ് ആണ്. Permeance is the reciprocal of എന്താണ്? It is the reciprocal of reluctance. The form factor of a sinusoidal wave എന്താണ്? 1.11. Which of the following is ferromagnetic material? Ferromagnetic material ഏതാണ്? നിക്കൽ. An oscillator converts, ഒരു oscillator converts DC power into AC power. The frequency of DC supply is 0. Relative permeability of vacuum. Vacuumത്തിന്റെ relative permeability ഏതാണ്? 1. Basic unit of electric charge. Electric charge basic unit Coulomb. അടുത്ത ക്വസ്റ്റ്യൻ, സെമി കണ്ടക്ടർ മെറ്റീരിയൽ ഹാവ് എന്താണ്? കോവാലന്റ് ബോണ്ട്സ്. ദ ബൈനറി സിസ്റ്റം യൂസസ് പവർ ഓഫ് ഡാഷ് ഫോർ പൊസിഷൻ വാല്യൂസ്. ബൈനറി സിസ്റ്റം യൂസ് ചെയ്യുന്ന ഏതിൻ്റെ പവർ ആണ്? പൊസിഷൻ വാല്യൂസിൽ നമുക്കറിയാം 2ന്റെ പവർ. ആൻ ആക്റ്റീവ് എലമെന്റ്, താഴെ തന്നിരിക്കുന്ന ഏതാണ് ആക്റ്റീവ് എലമെന്റ്? കറണ്ട് സോഴ്സ്. എ DC motor is used to, ഒരു DC motor എന്തിനാണ്? ചേഞ്ച് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. ഡാഷ് ഇൻസ്ട്രുമെന്റ്സ് ആർ മോസ്റ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ഏതാണ്? പെർമനന്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ. മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന സെല്ല് നമുക്കറിയാം ലെഡ് ആസിഡ് സെൽ. ദ എഫിഷ്യൻസി ഓഫ് എ പ്രൈമറി സെൽ ഈസ് എബൌട്ട് എന്താണ്? എഫിഷ്യൻസി ഓഫ് പ്രൈമറി സെൽ ഈസ് എബൌട്ട് 70% ആണ്. ഇൻഡക്റ്റൻസ് ഒപ്പോസ് ഡാഷ് ഇൻ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഇൻഡക്റ്റൻസ് എന്താണ് ഒപ്പോസ് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു മാഗ്നറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ മാഗ്നറ്റിസം നഷ്ടപ്പെടും. 96ാമത്തെ ക്വസ്റ്റ്യൻ, അയൺ ഈസ് ഫെറോമാഗ്നറ്റിക്. അയൺ ഏതിലാണ് ഫെറോമാഗ്നറ്റിക് വരുന്നത്? ബിലോ 770 degrees Celsius. ഫോർ ദ പ്രോസസ് ഓഫ് ഇലക്ട്രോളിസിസ് വി റിക്വയർ. ഇലക്ട്രോളിസിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? DC സപ്ലൈ. ദ ആവറേജ് വാല്യൂ സൈൻ തീറ്റ ഓവർ എ കംപ്ലീറ്റ് സൈക്കിൾ. ഒരു കംപ്ലീറ്റ് സൈക്കിളിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.
ആസ് കമ്പയർ ടു ഷണ്ട് ആൻഡ് കോമ്പൗണ്ട് DC മോട്ടർ. ഇത് PSC ഡിലീറ്റ് ചെയ്ത് വെറുതെ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടുത്ത 100ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ് ഹാവ് ഡാഷ് സ്കെയിൽ. മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റിൽ ഏത് സ്കെയിലാണുള്ളത്? സ്ക്വയർഡ് സ്കെയിലാണ്. അപ്പോൾ നമ്മുടെ 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തതിൽ കുറേ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. മെയിൻലി ഡിസ്കസ് ചെയ്യാൻ കാരണം നമ്മുടെ നാളെ എക്സാമിന് വേണ്ടി കുട്ടികൾ പോകുന്നുണ്ട്. അവർക്കപ്പം ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് നോക്കിയിരിക്കുക. ജസ്റ്റ് അതിനാണ് ഞാൻ ഡിസ്കസ് ചെയ്ത് ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ പ്രോബ്ലംസ് ചോദിക്കും പരീക്ഷയ്ക്ക്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം നോക്കുക, നല്ലപോലെ പഠിക്കുക, പ്രോബ്ലംസിൻ്റെ ഇക്വേഷൻസ് എല്ലാം നല്ലപോലെ പഠിക്കാം. ഓക്കെ, എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.